ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് മീനുകളെ വാങ്ങാൻ പോയാണ്. ഈ കട വരുന്നതെന്ന് പറയാൻ നേരത്ത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേർത്തല ടു അരൂക്കുറ്റി റോഡിൽ ചെങ്ങണ്ടപ്പാലം ഇറങ്ങാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കട വരുന്നത്. കടയുടെ പേരെന്ന് പറയാൻ നേരത്ത് KSR അക്വാ വേൾഡ് എന്ന് പറയും. അധികം എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട, ചെറിയൊരു റീറ്റെയിൽ ഷോപ്പാണ്. ഇവിടെ ഇപ്പോൾ മീനുകൾ കൂടാണ്ട് പക്ഷികൾ, പക്ഷിക്കൂട്, പല വെറൈറ്റി പെറ്റുകളുടെ തീറ്റകൾ, അങ്ങനെ ചൂണ്ട, വല, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മീനുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം എടുക്കാൻ നേരത്ത് ഈ ഒരു വലിയ കോഴിക്കാർപ്പിൻ്റെ ഒരു അക്വേറിയമാണ് ഇവിടെ ഉള്ളത്. കബൂട്ടോ കോഴിക്കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ. സംഭവത്തിനകത്ത് ഞാൻ വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് വിലയും തിരക്കിയില്ല. പിന്നെ ഇതെന്ന് പറയാൻ നേരത്ത് നല്ല ഉഗ്രൻ സൈസുള്ളൊരു തിലാപ്പി ഇവിടെ ഉണ്ട്. 100 രൂപയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. നല്ല ജൈൻ മോൺസ്റ്റർ സൈസാണ് കേട്ടോ. എങ്ങനെ പോയാലും ഒരു കിലോയിൽ കൂടുതൽ വരും. പിന്നെ അതുകൂടാണ്ട് ഇഷ്ടംപോലെ അനാബസുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അനാബസ് എന്ന് പറയുമ്പോൾ പെർ പീസിന് ഇവർ 20 രൂപക്കാണ് വിൽക്കുന്നത്. ഇത് നല്ല ബ്രോയിലർ അനാബസാണ്. ഇപ്പോൾ വൈൽഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ സംഭവത്തിന് അല്പം കൂടെ ഡാർക്ക് കളറേഷൻ കയറും. ഇതൊരു കുഞ്ഞുനാൾ തൊട്ടേ ഇവിടെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അതുകൂടാണ്ട് ഇങ്ങനെ വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം എനിക്ക് തോന്നുന്നു പെല്ലറ്റ് ട്രെയിൻഡ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ലൈഫ് ഫീഡുകളൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടണമെന്നില്ല. പെല്ലറ്റ് കൊടുത്താൽ തന്നെ ഇവറ്റകൾ കഴിച്ചേക്കും. പിന്നെ റീറ്റെയിൽ ഷോപ്പാന്ന് പറഞ്ഞു, ഇവർക്ക് തോന്നുന്ന വിലക്കാണ് ഇവർ വിൽക്കുന്നത്. ഇതൊരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷാണ്. ഇതിപ്പോൾ നോർമലി മാർക്കറ്റിൽ 250 രൂപയൊക്കെ വില വരും. ഇവിടെ ഇവർ 500 രൂപക്കാണ് കൊടുക്കുന്നത്. ഗ്രാമവാസികളെ പറ്റിക്കാൻ നോക്കിയെന്ന് തോന്നുന്നു. പിന്നെ ഈ മീനുകളുടെ പേര് എനിക്കറിയില്ല. ഒരു വെള്ള കളറുള്ള മീൻ കണ്ടോ, കൊഴുവ പോലെ ഇരിപ്പുണ്ട്. സംഭവം വൈറ്റ് മോളിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ അതുകൂടാണ്ട് നമ്മൾ വാങ്ങിയ മീനെന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം. സംഭവം ഒരു സിക്ലിഡാണ്, വെള്ള കളർ. എനിക്ക് ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ ഇറ്റ്സ് റെഡ് തിലാപ്പിയ. റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിന് പെർ പീസ് 20 രൂപയാണ് വന്നത്. ഇപ്പോൾ ഹോൾസെയിൽ കട ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ നിന്ന് വാങ്ങത്തുള്ളായിരുന്നു. വീടിനടുത്ത് ഈ കടയിൽ ഈ സംഭവം കണ്ടുകൊണ്ട് നമ്മളങ്ങ് വാങ്ങി. 20 രൂപക്ക് വാങ്ങി. ഹോൾസെയിൽ കടയാണെങ്കിൽ വില 10 രൂപക്കൊക്കെ കിട്ടിയേനെ, അതിനും താഴെ വിലക്ക് കിട്ടിയേനെ. അപ്പോൾ ഒരു 5 പീസ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഇതിനൊന്ന് വളർത്തി നോക്കാമെന്ന് ഓർക്കുന്നു. നമ്മുടെ കയ്യിൽ കറൻലി നോർമൽ തിലാപ്പിയ ഉണ്ട്, ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ട്. സോ ഇതിനെയും കൂടി വാങ്ങിയിട്ട് നമ്മൾക്ക് വളർത്തി നോക്കാമെന്ന് ഓർക്കുന്നു. ഇതിന് പറ്റിയ ചെറിയൊരു ടാങ്ക് നമ്മുടെ കയ്യിൽ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നത്. ഇതാണ് ഈ കാണുന്ന ടാങ്ക്. ആക്ച്വലി ഇതൊരു ചരിവനാണ് കേട്ടോ. ഇതിൽ നേരത്തെ നമ്മൾ കായലിൽ നിന്ന് പിടിച്ച പള്ളത്തിനൊക്കെയാണ് ഇട്ടിരുന്നത്, പള്ളത്തിയും പൂളാനും. സോ അതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ റെഡ് തിലാപ്പിയനെ ഇട്ടിട്ടുണ്ട്. കൊണ്ടുവന്ന പാടെ തന്നെ റിലീസാക്കല്ലോ. ഞാനിപ്പോൾ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതായത് നമ്മൾ കൊണ്ടുവന്ന എന്തായിരുന്നു കവറിലെ വെള്ളവും നമ്മുടെ ടാങ്കിലെ വെള്ളവും കൂടി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റിന് നമ്മൾ കുറച്ച് നേരം വെച്ചായിരുന്നു. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ തുറന്ന് വിടുന്നത്. സോ ഈ ടാങ്കിൽ തൽക്കാലം കിടന്നേക്കുമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ. ബൈ ബൈ.